വാളയാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായിരുന്നുവെന്ന് തൃശൂർ റേഞ്ച് ഐ ജി. ശരണ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്നും ഐ ജി അജിത് കുമാർ വ്യക്തമാക്കി. അതേസമയം മൂത്ത മകളെ ബന്ധു ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഏറെ വിഷമകരമായ ഒരവസ്ഥയാണ്. കുട്ടികളുടെ മരണത്തിൽ ആദ്യം മുതൽക്ക് തന്നെ പല സംശയങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, തൃശൂർ റേഞ്ച് ഐ ജി വാളയാറിലെ വീട്ടിലെത്തി കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് അദ്ദേഹം കൃത്യമായ ചില കാര്യങ്ങൾ, അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ചില കൃത്യമായ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് തെളിവില്ല, പോസ്റ്റ്മോർട്ടത്തിൽ തെളിവില്ല. എന്നാൽ ലൈംഗിക പീഡനത്തിന് കുട്ടികൾ ഇരയായി. ഇത് പ്രകൃതി വിരുദ്ധ പീഡനമാണോ എന്ന ചോദ്യത്തിന് അതിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകിയില്ല. എന്തായാലും കുട്ടികൾ രണ്ടുപേരും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഐ ജി സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ കുട്ടിയുടെ അമ്മ മൂത്ത മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നതായി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നിൽ ഒരു ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ മൂത്ത മകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതെന്ന് അമ്മ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഇതിനുള്ള നിർദ്ദേശവും തൃശൂർ റേഞ്ച് ഐ ജി അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മൂത്ത കുട്ടിയെ ഇത്തരത്തിൽ ബന്ധു പീഡിപ്പിക്കുന്നത് താനും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയും കണ്ടു എന്നും പോലീസിനോട് അമ്മ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ബന്ധുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം ഉടൻ തന്നെ കസ്റ്റഡിയിൽ ആകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൗമ്യ, ലതീഷ്, ഒരുപക്ഷെ ആദ്യത്തെ കുട്ടിയുടെ മരണത്തിൽ തന്നെ വലിയ സംശയങ്ങൾ ഉയർന്നു നിന്നു. ഇപ്പോൾ 4ാം ക്ലാസ്സുകാരി എങ്ങനെ തൂങ്ങി മരിച്ചു എന്നത് അടക്കമുള്ള സംശയങ്ങൾ ഈ കുട്ടിയുടെ മരണത്തെ തുടർന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ഇനി നീങ്ങുക. ഇത്തരത്തിൽ കുട്ടികൾ ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ട്. ഇനി മരണം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ കാര്യങ്ങൾ നീങ്ങേണ്ടത് കൂടിയില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ? തീർച്ചയായും ഐ ജി വ്യക്തമാക്കിയ ഒരു കാര്യം, ഉയർന്നു വന്ന ദുരൂഹതകൾ അല്ലെങ്കിൽ സംശയങ്ങളെല്ലാം ദൂരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നിലവിലുള്ള ടീം നടത്തുക. അതുകൊണ്ട് ഈ എല്ലാ വശങ്ങളും ഈ അന്വേഷണ സംഘം പരിശോധിക്കും. രണ്ടാമത്തെ പെൺകുട്ടി മരിക്കാനിടയായ സാഹചര്യം, അതായത് വലിയ ഉയരത്തിൽ കുട്ടിക്ക് എത്താവുന്നതിന് അപ്പുറമുള്ള ഒരു ഉയരത്തിൽ കുട്ടി തൂങ്ങി മരിക്കാനിടയായ സാഹചര്യം, അത് ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് ഐ ജി വ്യക്തമാക്കുകയുണ്ടായി. മൂത്ത പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് താനും അതേപോലെ തന്നെ ഇളയ സഹോദരിയും കണ്ടിരുന്നു എന്നാണ് പോലീസിന് അമ്മ നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഐ ജി മുഴുവൻ പ്രതികളെയും, ഈ സംഭവത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ പറയുന്ന ബന്ധുവിന്റെ ഒരു കൂട്ടാളിയായ ഒരാളെ കേന്ദ്രീകരിച്ചും പോലീസ് ചില അന്വേഷണങ്ങൾ നടത്തുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ രണ്ടാമത്തെ കുട്ടി മരിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രധാനപ്പെട്ട റീസൺ പറഞ്ഞിരുന്നു. ആദ്യത്തെ കുട്ടിയുടെ മരണശേഷം രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു, അത് സംബന്ധിച്ച് ഈ കുട്ടി പറഞ്ഞിരുന്നു എന്നതൊക്കെയാണ്. അവിടെയും കാര്യങ്ങൾ ആ ബന്ധുവിലേക്ക് തന്നെയാണോ നീങ്ങുന്നത്? രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണത്തിലും അത്തരത്തിൽ സംശയിക്കേണ്ടതായ സാഹചര്യങ്ങൾ ആ ബന്ധുവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ അതിലും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അങ്ങനെയൊക്കെയാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്വേഷണ സംഘത്തിൽ നിന്നും? സൗമ്യ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു എന്നല്ല രണ്ടാമത്തെ കുട്ടി പോലീസിന് മൊഴി നൽകിയത്. ഇവരുടെ വീടിനോട് ചേർന്ന് ഒരു പൊതുവഴിയുണ്ട്. ആ വീടിനോട് ചേർന്നുള്ള പൊതുവഴിയിലൂടെ രണ്ടുപേർ ഈ ദിവസം മൂത്ത കുട്ടി മരിച്ച ദിവസം നടന്നു പോകുന്നത് താൻ കണ്ടു എന്നാണ് ശരണ്യ പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇത് സ്ഥിരീകരിക്കത്തക്ക ഒരു കാര്യം അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അമ്മ ഇന്ന് നിർണായകമായ ഒരു മൊഴി പോലീസിന് നൽകിയ സാഹചര്യത്തിൽ ഈ ബന്ധുവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതായത് ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത ഉണ്ടാവുക. സൗമ്യ.
പോലീസ് പറയുന്ന വിഷയങ്ങൾ എങ്ങനെയാണ്? ഇനിയിപ്പോൾ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ മൊഴിയെടുക്കലുകൾ അടക്കം നിർണായകമായ നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചില സംശയങ്ങൾ നേരത്തെ പോലെ തന്നെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും ഇനി മൊഴിയെടുക്കുക? കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന അടക്കം അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണോ ഇനിയുള്ളത്? തീർച്ചയായും അത്തരത്തിൽ പ്രധാനമായും ബന്ധുവിനെ തന്നെ ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് പ്രാഥമികമായി അന്വേഷണ സംഘം ഇനി ചെയ്യാനുള്ളത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ്. ബന്ധു ഉടൻ തന്നെ കസ്റ്റഡിയിലാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ബന്ധുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് അമ്മയുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.